വാശികൾ മുഴുവൻ ശരീരത്തെ തൃപ്തിപ്പെടുത്താനായിരുന്നു. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറിയപ്പോൾ അഹങ്കാരവും അസൂയയും സ്വാർത്ഥതയും ഉള്ളിൽ ചേക്കേറി. അയൽക്കാരൻ്റെ ജീവിതത്തെ നോക്കി സ്വന്തം ജീവിതം വിലയിരുത്താൻ തുടങ്ങി. അവൻ്റെ അത്ര പണമില്ലല്ലോ, ജോലിയില്ലല്ലോ, സന്തോഷമില്ലല്ലോ. മനസ്സൊരു പരാതിപ്പെട്ടിയായി. ഒടുവിലൊരു നാൾ സങ്കടത്തോടെ തിരിച്ചറിഞ്ഞു, ശരീരത്തിനുള്ളതെല്ലാം നേടി, ആത്മാവിനുള്ളതോ? ആത്മാവിന് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒരുക്കാൻ പരാജയപ്പെട്ടു പോയി. ആത്മാവിൻ്റെ ഭക്ഷണം പരിശുദ്ധ കുർബാനയും, ആത്മാവിൻ്റെ വസ്ത്രം വചനവും വിശുദ്ധിയും സത്യവും, ആത്മാവിൻ്റെ പാർപ്പിടം ശരീരമെന്ന ദേവാലയവുമാണെന്നറിഞ്ഞ നിമിഷം അതൊരു പെന്തക്കോസ്ത അനുഭവമായിരുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരിക. നിൻ്റെ വെളിവിൻ്റെ കതിരുകൾ എന്നിൽ വീശുക. ജീവിതത്തിലെ ഒരുപാട് സന്തോഷങ്ങളുടെ ഇടയിൽ ചെറിയ ഒരു സങ്കടം മതി ആ സന്തോഷം മുഴുവൻ ഇല്ലാതാക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. പക്ഷേ ഇന്നും നമ്മൾ സങ്കടപ്പെടുന്നത് ചെറിയ കാര്യങ്ങളുടെ പേരിലാണ്. സത്യത്തിൽ അങ്ങനെയാണോ വേണ്ടത്? ഉള്ള എല്ലാ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ഒന്ന് എണ്ണി നോക്കിയേ. കൂടുതൽ സന്തോഷങ്ങളാണ്. നമ്മൾ സങ്കടങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ സന്തോഷങ്ങളെ ആസ്വദിക്കാൻ പറ്റാത്തത്. ഒരു കാര്യം ചെയ്തു നോക്കുക. സന്തോഷങ്ങൾ എണ്ണുക. ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. സന്തോഷങ്ങളെ ആസ്വദിക്കുക.